Okay, in this topic, we are discussing about this oogenesis. എന്ന് വെച്ചാൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു എഗ്ഗ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ oogenesisൽ പറയുന്നത്. സ്പെർമാറ്റോജെനസിസിൽ സ്പേം ഫോം ചെയ്യുന്നതായിരുന്നു പറഞ്ഞത്. സോ ലൈക്ക് വൈസ് ഇവിടെ ഫീമെയിൽ ഓവം ഉണ്ടാവുന്നതാണ് oogenesis. oogenesis ആൻഡ് ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ് അതെന്താ വെച്ചാൽ ആദ്യം നമ്മൾ നേരത്തെ സൈക്കിളിൽ പറഞ്ഞായിരുന്നു പ്രൈമറി ഫോളിക്കിൾ, പ്രൈമോഡിയൽ ഫോളിക്കിൾ ഒക്കെ ഓൾറെഡി ഉണ്ടായി നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് മുതൽ നമ്മളിവിടെ പറയണം. സോ ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ് ഇൻ ദ ഓവറീസ് ഈസ് ടേംഡ് ആസ് ദി oogenesis. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗാമീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയാണ്. സോ ഈ ഓവറിക്കകത്ത് ഗാമേറ്റ് ഉണ്ടാവണം. ഗാമേറ്റ് അല്ല, നമ്മുടെ ഗാമേറ്റ് ഫോമിങ് യൂണിറ്റാണ് ആക്ച്വലി ഓവറി. അപ്പോൾ ആ ഓവറിക്കകത്ത് ഗാമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ oogenesis എന്ന് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ് സ്പെർമാറ്റോജെനസിസ് വിച്ച് ബിഗിൻസ് ഇൻ മെയിൽ അറ്റ് പ്യൂബർട്ടി, oogenesis ബിഗിൻ ഇൻ ഫീമെയിൽ ബിഫോർ ദേ ആർ ഈവൻ ബോൺ. എന്ന് വെച്ചാൽ മെയിലിനകത്താണെങ്കിൽ അത് ഓൾറെഡി പ്യൂബർട്ടിക്ക് ശേഷമാണ് സ്പെർമാറ്റോജെനസിസ് ഒരുപാട് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഫീമെയിലാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബേബി ബർത്ത് ആവുന്നതിൻ്റെ മുന്നേ തന്നെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഓവറിക്കകത്തെല്ലാം ഫോളിക്കിൾസ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോം ചെയ്യുന്നത് ആഫ്റ്റർ പ്യൂബർട്ടിക്ക് ശേഷം മാത്രമായിരിക്കും അത് ഓരോരോ സെക്കൻഡറി oocyte റിലീസ് ചെയ്യുന്നതെന്ന് മാത്രം. ബാക്കി പ്രോസസ്സസൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. Okay, oogenesis occur in essentially the same manner as spermatogenesis. Meiosis takes place and the resulting germ cell undergo maturation. Okay, നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമുക്കറിയാം ഏത് ഗാമീറ്റ് ആണെങ്കിലും അവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ ഒന്ന് എന്താണെങ്കിലും മിയോസിസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് റിഡക്ഷൻ ഡിവിഷൻ. ഹാഫായിട്ട് ക്രോമസോമിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഡ്യൂറിങ് ഏർലി ഫീറ്റൽ ഡെവലപ്മെൻറ്റ് പ്രൈമോഡിയൽ ജെർം സെൽ മൈഗ്രേറ്റ് ഫ്രം ദി യോഗ് സാക്ക് ടു ദ ഓവറീസ്. എന്ന് വെച്ചാൽ യോഗ് സാക്ക് എന്നത് ഡയറക്റ്റ്ലി ഓവറിക്കകത്തോട്ടേക്ക് വരും. ദർ ജെം സെൽ ഡിഫറൻഷിയേറ്റ് വിതിൻ ദി ഓവറീസ് ഇൻ ടു ഊഗോണിയ. ഈ ജേം സെൽസ് എന്തായിട്ട് മാറും? പിന്നെ ഊഗോണിയ ആയിട്ട് മാറും. ഊഗോണിയ എന്ന് പറയുകയാണെങ്കിൽ അത് ഡിപ്ലോയിഡ് ആണ്, അത് സ്റ്റെം സെല്ലാണ്. ഡിപ്ലോയിഡ് സ്റ്റെം സെൽ ദാറ്റ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി ടു പ്രൊഡ്യൂസ് മില്യൻസ് ഓഫ് ജേം സെൽസ്. അപ്പം നമുക്ക് ഈ ഊഗോണിയ ഡിപ്ലോയിഡ് ആയതിനെ കൊണ്ട് അത് മൈറ്റോട്ടിക്കലിയാണ് ഡിവൈഡ് ചെയ്തത്. മൈറ്റോട്ടിക്കലി എന്ന് പറഞ്ഞാൽ 46 ക്രോമസോംസ് ആയിരിക്കും അതിലുണ്ടാവുന്നത്, ഡിപ്ലോയിഡ് അല്ലേ. അപ്പോൾ ഈ 46 ക്രോമസോംസ് ഉള്ള കുറേ സെൽസിനെ ഇവർ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മില്യൻസ് ഓഫ് ജേം സെൽസിനെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത് ഓവറിക്കകത്ത്. ഓക്കെ, ഈവൻ ബിഫോർ ബർത്ത് മോസ്റ്റ് ഓഫ് ദീസ് ജേം സെൽസ് ഡീജനറേറ്റ് ഇൻ എ പ്രോസസ് നോൺ ആസ് അട്രീഷ്യ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെല്ല് മാത്രമേ ആവശ്യമുള്ളതെന്നല്ല, ഒരുപാട് മില്യൺ ഉണ്ടാകുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ എല്ലാ മില്യൺ സെൽസും നമുക്ക് ആവശ്യമില്ല, കുറേ എണ്ണം എന്ത് പറ്റും, ഡിജനറേറ്റ് ചെയ്ത് പോകും ബൈ ദ പ്രോസസ് നോൺ ആസ് അട്രീഷ്യ. അപ്പോൾ ഈ സെല്ല് ഇങ്ങനെ നോർമലി ഡിജനറേറ്റഡ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അട്രീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കുറച്ച് മാത്രമേ നമ്മളെ ബോഡിയിൽ ഡെവലപ്പ് ആവുന്നുള്ളൂ. എ ഫ്യൂ ഡെവലപ്പ് ഇൻ ടു ലാർജർ സെൽസ് കോൾഡ് പ്രൈമറി oocyte. ഈ പ്രൈമറി oocyte ആണ് ദാറ്റ് എൻറ്റർ ദ പ്രോഫേസ് ഓഫ് മിയോസിസ് 1 ഡ്യൂറിങ് ദ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾ മിയോസിസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, മിയോസിസ് 1, 2, 3 എന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ മിയോസിസ് 1 ആദ്യം തന്നെ കയറുന്നത് ഈ പ്രൈമറി oocyte ആണ്. അപ്പം നേരത്തെ കണ്ട oogonia സെൽ ഡിപ്ലോയിഡ് oogonia സെൽസ് ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? പ്രൈമറി oocyte ആയിട്ട് മാറുന്നത്. ആ പ്രൈമറി oocyte ആണ് മിയോസിസ് 1 എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഫീറ്റസ് ബേബി ഇൻസൈഡ് ദ വോംബ് ആയിരിക്കുമ്പോഴുള്ള ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ആൻഡ് ഡു നോട്ട് കംപ്ലീറ്റ് ദ ഫേസ് അൺടിൽ ആഫ്റ്റർ പ്യൂബർട്ടി. എന്ന് വെച്ചാൽ ഈ പ്രൈമറി oocyte ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും, അതിൻ്റെ കംപ്ലീഷൻ ഉണ്ടാവില്ലേ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദിസ് അറസ്റ്റഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ അതിൻ്റെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി പിന്നെ ആ ഗ്രോത്ത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക, ബാക്കി ഗ്രോ ഉണ്ടാവില്ല. ഈച്ച് പ്രൈമറി oocyte ഇസ് സറൗണ്ടഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റ് ഫോളിക്കുലർ സെൽസ്. അപ്പോൾ ഈ സമയത്ത് എന്തുണ്ടാവും? ഈ പ്രൈമറി oocyteൻ്റെ ചുറ്റും ഒരു ചെറിയ സിംഗിൾ ലെയർ ഓഫ് ഫോളിക്കുലർ സെൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ എൻറ്റയർ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമോഡിയൽ ഫോളിക്കിൾ. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി oocyteഉം അതിന് ചുറ്റുമുള്ള ഒരു ലെയർ ഫോളിക്കുലാർ സെൽസിനെയും കൂടി നമ്മൾ പറയുന്നതാണ് പ്രൈമോഡിയൽ ഫോളിക്കിൾ. ഓക്കെ, ദ ഒവേറിയൻ കോർട്ടെക്സ് സറൗണ്ടിങ് ദ പ്രൈമോഡിയൽ ഫോളിക്കിൾ കൺസിസ്റ്റ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സ്ട്രോമൽ സെൽസ്. നമ്മൾ
ഓവറി പഠിച്ചപ്പോൾ ഒവേറിയൻ കോർട്ടെക്സ്, ഒവേറിയൻ മിഡലിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒവേറിയൻ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മളെ ഫോളിക്കിൾസ് ഉണ്ടായിരുന്ന ഏരിയ അല്ലേ, അതേ പറയുന്നുള്ളൂ. ഒവേറിയൻ കോർട്ടെക്സ് സറൗണ്ടിങ് ദ പ്രൈമോഡിയൽ ഫോളിക്കിൾ, അല്ലെങ്കിൽ ഈ പ്രൈമോഡിയൽ ഫോളിക്കിളിനെ സറൗണ്ട് ചെയ്യുന്ന പോർഷനാണ് ഒവേറിയൻ കോർട്ടെക്സ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? ഫൈബ്രോബ്ലാസ്റ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതിനെയാണ് നമ്മൾ സ്ട്രോമൽ സെൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പ്രൈമോഡിയൽ ഫോളിക്കിളിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സെല്ലാണ് സ്ട്രോമൽ സെൽസ്. ഈച്ച് മന്ത് ആഫ്റ്റർ പ്യൂബർട്ടി അൺടിൽ മെനോപോസ് എന്ന് വെച്ചാൽ മെനാർക്ക്, ഫസ്റ്റ് മെൻസ്ട്രേഷനെ നമ്മൾ മെനാർക്ക് എന്ന് പറയാം. മെനാർക്ക് ടു മെനോപോസ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ സ്റ്റോപ്പേജ് ഓഫ് ദ മെൻസ്ട്രേഷൻ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദാറ്റ് എന്ത് പറ്റും? ഓരോ മന്തിലും gonadotropins like FSH and LH secreted by the anterior pituitary further stimulate the development of several primordial follicles, although only one will typically reach the maturity needed for ovulation. അപ്പം നമുക്ക് 2 ഓവറി ഉണ്ട് ഫീമെയിലിന്. അപ്പോൾ ഈ 2 ഓവറിക്കകത്തും ഇഷ്ടംപോലെ പ്രൈമോഡിയൽ ഫോളിക്കിൾ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു മന്തിൽ അല്ലെങ്കിൽ ഒരു 28 ഡേ സൈക്കിളിൽ ഈ 2 ഓവറിക്കകത്തു നിന്നും എന്ത് വരുന്നില്ല, ഈ പ്രൈമോഡിയൽ ഫോളിക്കിൾ വീണ്ടും ബാക്കി ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ഒരു ഓവറിക്കകത്തു നിന്ന് മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഓൺലി വൺ വിൽ ടിപ്പിക്കലി റീച്ച് ദി മെച്യൂരിറ്റി നീഡഡ് ഫോർ ഓവ്യുലേഷൻ. അപ്പോൾ അത് മാത്രമേ ഓവ്യുലേറ്റ് ആവുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് 28 ഡേയിൽ വേറൊരാൾ വരും. അപ്പോൾ അത് നോർമലി അനദർ ഓവറിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എ ഫ്യൂ പ്രൈമോഡിയൽ ഫോളിക്കിൾ സ്റ്റാർട്ട് ടു ഗ്രോ ഡെവലപ്പിംഗ് ഇൻ ടു പ്രൈമറി ഫോളിക്കിൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇവിടെ ഒരു സീരിയസ് ആയിട്ട് പറയണമെന്ന് മാത്രം. സോ ആദ്യം നമ്മൾ പറഞ്ഞു പ്രൈമോഡിയൽ ഫോളിക്കിളുണ്ടായി, പ്രൈമോഡിയൽ ഫോളിക്കിൾ പ്രൈമറി ഫോളിക്കിൾസ് ആയിട്ട് മാറി. ഈച്ച് പ്രൈമറി ഫോളിക്കിൾ കൺസിസ്റ്റ് ഓഫ് പ്രൈമറി oocyte ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഗ്രാനുലോസ സെൽസ്. അപ്പോൾ ഈ പ്രൈമറി oocyteനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സെല്ലാണ് ഗ്രാനുലോസ സെൽസ്. ദ ഔട്ടർമോസ്റ്റ് ഗ്രാനുലോസ സെൽ റെസ്റ്റ് ഓൺ ദ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ബേസ്മെൻറ്റ് മെംബ്രെയിൻ നിങ്ങൾ സ്പെർമറ്റോജെനസിസിൽ പഠിച്ച ഓർമ്മയുണ്ടാവും. ആ ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ മുകളിലായിരുന്നു ഈ സെല്ലെല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഓവറിയുടെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആസ് എ പ്രൈമറി ഫോളിക്കിൾ ഗ്രോ ഇറ്റ് ഫോംസ് എ ക്ലിയർ ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ കോൾഡ് സോണ പെലൂസിറ. പിക്ചർ ഞാൻ കാണിച്ചു തരാം. ബിറ്റ്വീൻ ദ പ്രൈമറി oocyte ആൻഡ് ഗ്രാനുലോസ സെൽസ്. അപ്പം ഈ ഗ്രാനുലോസ സെൽസിൻ്റെയും അതുപോലെ ഈ ഫോളിക്കിളിൻ്റെയും ഇടയിൽ കാണുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ലെയറിനെയാണ് നമ്മൾ സോണ പെലൂസിറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലുള്ള പിക്ചർ ഉണ്ടെങ്കിൽ അതിലൊന്ന് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് സോണ പെലൂസിറ ഒരു ലെയർ ഉള്ളൊരു പിക്ചർ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് എ ഗ്ലൈക്കോപ്രോട്ടീൻ ലെയർ. ഗ്ലൈക്കോപ്രോട്ടീൻ മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് എ പ്രോട്ടീൻ. ഓക്കെ, ബിറ്റ്വീൻ ദ പ്രൈമറി oocyte ആൻഡ് ഗ്രാനുലോസ സെൽസ്. സോ അത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ this stromal cells surrounding the basement membrane begin to form a organized layer called the theca folliculi. എല്ലാത്തിൻ്റെയും പിക്ചർ കാണിച്ചു തരാം. അത് വീണ്ടും എന്ത് പറ്റും, ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറായിട്ട്. നേരത്തെ ഒത്തിരി ഓർഗനൈസേഷൻ ഇല്ലാതെ സ്കാറ്റർ ചെയ്ത് നിൽക്കുമായിരിക്കും, പിന്നെ അത് ഒരു നല്ല ഫോമിലോട്ടേക്ക് മാറും. അതിനാണ് നമ്മൾ തീക്ക ഫോളിക്യുലൈ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് continuing maturation, the primary follicle develop into a secondary follicle. In a secondary follicle, the theca differentiate into 2 layers. അപ്പോൾ primordial follicle primary follicle ആയി, primary follicle secondary follicle ആയി. secondary follicle ആകുമ്പോഴാണ് ഈ theca layers രണ്ടായിട്ട് മാറുന്നത്. 2 ലെയർ ആയിട്ട് മാറും theca cells. theca interna and theca externa. ഈ തീക്ക ഇൻറ്റേർണ ഉള്ളിലുള്ളതാണ്. ദാറ്റ് ഈസ് ഹൈലി വാസ്കുലറൈസ്ഡ് ഇൻറ്റേർണൽ ലെയർ ഓഫ് ക്യൂബോയിഡൽ സെക്രട്ടറി സെൽ ദാറ്റ് സെക്രീറ്റ് ഈസ്ട്രജൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഫോളിക്കിൾസ് ആണ് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് നിന്ന് തീക്ക ഇൻറ്റേർണ, സ്പെസിഫിക്കലി തീക്ക ഇൻറ്റേർണ ആണ് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ തീക്ക എക്സ്റ്റേർണ ദ ഔട്ടർ ലെയർ ഓഫ് സ്ട്രോമൽ സെൽസ് ആൻഡ് ദി കൊളാജൻ ഫൈബേഴ്സ്. അപ്പോൾ ഈ സ്ട്രോമൽ സെൽസിൻ്റെ ഔട്ടർ ലെയറാണ് എക്സ്റ്റേർണ. അപ്പോൾ ഇൻറ്റേർണയാണ് ഹൈലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ളതും. അതാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നതും. ഓക്കെ, in addition, the granulosa cells begin to secrete follicular fluid which build up in a cavity called the antrum. അപ്പോൾ ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ ക്യാവിറ്റിനെയാണ് നമ്മൾ ആൻഡ്രം എന്ന് പറയുന്നത്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെക്കൻഡറി ഫോളിക്കിൾ. ഓക്കെ, then the innermost layer of granulosa cells become firmly attached to the zona pellucida, is now called as corona radiata. അപ്പോൾ
സോണ പെല്യൂസിഡ നമ്മൾ പറഞ്ഞത് സെക്കൻഡറി oocyteൻ്റെയും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെയും ഇടയിലുള്ള ഒരു എന്താ പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ ലെയറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ innermost layer, the innermost layer of granulosa cells become firmly attached to zona pellucida. അപ്പോൾ സോണ പെല്യൂസിഡൻ്റെ മുകളിലോട്ടേക്കാണ് ഗ്രാനുലോസ സെൽസിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത് കൊറോണ റേഡിയേറ്റ. ഓക്കെ, സോ ഗ്രാനുലോസ സെൽസും സോണ പെല്യൂസിഡയും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് കൊറോണ റേഡിയേറ്റ. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈമറി oocyte, ഫോളിക്യുലർ സെൽസ്, അതിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ കണ്ടോ, സ്ട്രോമൽ സെൽ, കൊലാജൻ ഫൈബേഴ്സ്. ഇപ്പുറത്ത് അകത്ത് കാണാൻ നിങ്ങൾക്ക് ഇതാ സോണ പെല്യൂസിഡ, തീക്ക ഫോളിക്യുലൈ, പ്രൈമറി oocyte, ഗ്രാനുലോസ സെൽസ്, ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഓക്കെ, എല്ലാവരുടെയും പിക്ചർ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ആൻഡ്രം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ്രം ഫിൽഡ് വിത്ത് ഫോളിക്കുലർ ഫ്ലൂയിഡ്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഒരു വേക്കൻ്റ് ആയിട്ട് വൈറ്റ് കളറിൽ കാണുന്ന ഈ ഏരിയ ആണ് ആൻഡ്രം. ദെൻ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് സോണ പെല്യൂസിഡ. കണ്ടോ, ആ സോണ പെല്യൂസിഡയും കൊറോണ റേഡിയേറ്റയും കൂടെ കാണുന്നുണ്ടല്ലോ താഴെ തന്നെ, രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ. ദെൻ ഇതാ അതിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള തീക്ക ഫോളിക്കുലൈ, തീക്ക എക്സ്റ്റേണ, തീക്ക ഇൻറ്റേണ കാണുന്നുണ്ടോ? പുറത്തുള്ളത് തീക്ക എക്സ്റ്റേണ, ഉള്ളിലോട്ടേക്ക് ഉള്ളതാണ് തീക്ക ഇൻറ്റേണ, അല്ലെങ്കിൽ ഈ ബ്ലഡ് വെസൽ കാണുന്ന ഏരിയ ആണ് തീക്ക ഇൻറ്റേണ. ദെൻ ഗ്രാനുലോസ സെൽസ്, സ്ട്രോമൽ സെൽസ് എല്ലാവരും ഇവിടെ കാണാവുന്നതാണ് ഈ പിക്ചറിനകത്ത്. ഓക്കെ, ഇത് ആൻഡ്രം ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് സെക്കൻഡറി ഫോളിക്കിളാണ്, ഇത് മെച്യൂർ ഫോളിക്കിളാണ്. അപ്പോഴത്തേക്ക് ഫുള്ള് ആൻഡ്രം ഫുള്ളി ഡെവലപ്പായി, ഇവിടെ ഫുള്ളി ഡെവലപ്പ് ആയിട്ടില്ല. ഓക്കെ, എല്ലാ പിക്ചറും കൂടെ പ്രൈമോഡിയൽ ഫോളിക്കിൾ, ലേറ്റ് പ്രൈമറി ഫോളിക്കിൾ കണ്ടോ, ഇത് സെക്കൻഡറി ഫോളിക്കിൾ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദി ഗ്രാഫിയൻ ഫോളിക്കിൾ. 4 കൂടെ ഒരുമിച്ച് തന്നിരിക്കുന്ന ഒരു പിക്ചർ അത്. ഓക്കെ, the secondary follicle eventually become larger, turning into a mature follicle or Graafian follicle. നമുക്കറിയാം അത് സെക്കൻഡറി ഫോളിക്കിൾ വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് മെച്യൂർ ഫോളിക്കിൾ ആയിട്ട് മാറും. ഓക്കെ, ദെൻ മെച്യൂർ ഫോളിക്കിൾ ഇനി ഓവുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ ദ ഡിപ്ലോയിഡ് പ്രൈമറി oocyte കംപ്ലീറ്റ് മിയോസിസ് എന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് മിയോസിസ് 1 കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ റിഡക്ഷൻ ഡിവിഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. പ്രൊഡ്യൂസിങ് 2 ഹാപ്ലോയിഡ് സെൽസ് ഓഫ് അൺഈക്വൽ സൈസ് ഈച്ച് വിത്ത് 23 ക്രോമസോംസ്. അപ്പോൾ നമുക്ക് 23 ക്രോമസോംസ് ഉള്ള സെൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ അത് അൺഈക്വൽ സൈസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യും ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ. ദ സ്മോളർ സെൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ മിയോസിസ് 1 ഇസ് കോൾഡ് ദി ഫസ്റ്റ് പോളാർ ബോഡി. ഒരു വലിയ സെല്ലും ഉണ്ടാവും, ഒരു ചെറിയ സെല്ലും ഉണ്ടാവും. വലിയ സെല്ലിനകത്തായിരിക്കും നമ്മുടെ സെക്കൻഡറി oocyte ഉണ്ടാവുന്നത്. പിന്നെ ഒരു ചെറിയ സെല്ല് കൂടെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് പറയണത് ഫസ്റ്റ് പോളാർ ബോഡി. ഓക്കെ, അതെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാക്കറ്റ് ഓഫ് ഡിസ്കാർഡഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ. എന്ന് വെച്ചാൽ 23 ക്രോമസോംസ് അല്ലേ നമുക്ക് ആവശ്യം, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്, വേണ്ടാത്ത ആൾക്കാരെയാണ് ആക്ച്വലി ഈ ഫസ്റ്റ് പോളാർ ബോഡിക്കകത്ത് ഉള്ളത്. ഓക്കെ, ദ ലാർജർ സെൽ നോൺ ആസ് സെക്കൻഡറി oocyte, ഇറ്റ് റിസീവ്സ് മോസ്റ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ കൂടുതൽ പോർഷൻ ഇവർ കൊണ്ടുവന്നതിനെ കൊണ്ട് ഫസ്റ്റ് പോളാർ ബോഡി ചെറുതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വൺസ് ദ സെക്കൻഡറി oocyte is formed, it begins meiosis 1 but then stops in metaphase. meiosis 2 ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ മെറ്റാഫേസിലെത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റാഫേസ് വരെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുള്ളൂ. ദെൻ ദ മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ഓർ ദ മെച്യൂർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ആൻഡ് റിലീസ് ഇറ്റ്സ് സെക്കൻഡറി oocyte by a process known as ovulation that you know. സെക്കൻഡറി oocyte റിലീസ് ചെയ്യും ഫ്രം ദി ഗ്രാഫിയൻ ഫോളിക്കിൾ. ആ സമയത്ത് അറ്റ് ദ ഓവുലേഷൻ ദ സെക്കൻഡറി oocyte is expelled into the pelvic cavity together with first polar body and corona radiata. അപ്പോൾ ഈ ഫസ്റ്റ് പോളാർ ബോഡിയും കൊറോണ റേഡിയേറ്റയും എല്ലാം കൂടെയാണ് പെൽവിക് ക്യാവിറ്റിക്ക് അകത്തോട്ടേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. നോർമലി ദിസ് സെൽസ് ആർ സ്വെപ്റ്റ് ഇൻ ദി യൂട്രൈൻ ട്യൂബ്. ഇതും നമുക്കറിയാം അല്ലേ, പെൽവിക് ക്യാവിറ്റിക്ക് അവിടെയാണ് അത് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ എന്തുണ്ട്, ഫെലോപ്പിയൻ ട്യൂബ് നിൽക്കുന്നുണ്ട്.
അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനെ ഒരു കറണ്ട് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറുതായിട്ടത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ ദ സെൽസ് ഡീജനറേറ്റ്. ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ മിയോസിസ് കണ്ടിന്യൂ ചെയ്യൂ. ഇല്ലെങ്കിൽ ആ മെറ്റാഫേസിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഡീജനറേറ്റ് ആയി പോവുകയാണ് ചെയ്യുക. Okay, if sperm are present in the uterine tube and one penetrates the secondary oocyte, however, meiosis 2 resumes. അപ്പോൾ ഇങ്ങനെ സ്പേം വന്ന് ജോയിൻ ചെയ്താൽ മാത്രമേ ബാക്കി മിയോസിസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദ സെക്കൻഡറി oocyte സ്പ്ലിറ്റ് ഇൻറ്റു 2 haploid cell again of unequal size. ആ സ്പേം വന്ന് ജോയിൻ ചെയ്ത് സെക്കൻഡറി oocyte ആണ് പിന്നെ എന്താവുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 2 ഹാപ്ലോയിഡ് സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ രണ്ടിലും 23 ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. അതും അൺഈക്വൽ സൈസാണ്. നേരത്തെ ഉണ്ടായ ഫസ്റ്റ് പോളാർ ബോഡിയും അൺഈക്വൽ സൈസ് തന്നെയായിരുന്നു. ഓക്കെ, ലാർജ് സെൽ ഇസ് കോൾഡ് ആസ് ദി ഓവം ഓർ ദ മെച്യൂർ എഗ് ആൻഡ് സ്മോളർ വൺ ഇസ് എ സെക്കൻഡ് പോളാർ ബോഡി. ക്ലിയർ അല്ലേ? ഓക്കെ, ദ ന്യൂക്ലിയർ ഓഫ് ദ സ്പേം സെൽ ആൻഡ് ദ ഓവം ദെൻ യുനൈറ്റ് ഫോമിങ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. അപ്പോൾ ഉണ്ടാവുന്ന ഈ ഓവം 23 ക്രോമസോംസ് ആണ്, വരുന്ന സ്പേമിനും 23 ക്രോമസോംസ് ആണ്. അപ്പോൾ ഈ ഓവം ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, സ്പേം ആയിട്ട് കമ്പൈൻ ചെയ്യും. അതായത് പ്രോസസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഡിപ്ലോയിഡ് സൈഗോട്ട്. കാരണം രണ്ടാൾക്കാരനും 23 അല്ലേ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ യുണൈറ്റ് ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡ് ആയിട്ട് മാറും. 46 ആവും. ദാറ്റ് ഇസ് എ സൈഗോട്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി oogenesisൻ്റെ പിക്ചർ. നമ്മൾ വന്നത് എവിടെ നിന്നായിരുന്നു? ഊഗോണിയം. അത് 2n എന്ന് പറഞ്ഞാൽ എന്താ, ഡിപ്ലോയിഡ്. ദെൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു പ്രൈമറി oocyte. മിയോസിസ് സ്റ്റാർട്ട് ചെയ്യും. സോ സെക്കൻഡറി oocyte ഉണ്ടാവും, ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. ദെൻ സെക്കൻഡറി oocyte അവിടെ തന്നെ നിൽക്കും. സ്പേം വരുവാണെങ്കിൽ മാത്രമേ ബാക്കി പ്രോസസ്സ് നടക്കുന്നുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് പോളാർ ബോഡിയും ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഈ സ്പേം വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് 2n ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്തു. റെഡി. ആ സൈഡിലുള്ള പ്രോസസ്സൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ പഠിക്കണം. oogenesisഉം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് oogenesisൻ്റെ പിക്ചറും അതിൻ്റെ സൈഡിൽ കറസ്പോണ്ടിങ് നമ്മുടെ ഫോളിക്കിൾസിൻ്റെയും പിക്ചറും കൂടെ കൊടുത്തിട്ടുള്ളതാണ്. കണ്ടോ? ഡെവലപ്മെൻറ്റ് ഓഫ് ഫോളിക്കിൾസ്, പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, മെച്ചൂർ ഫോളിക്കിൾ, ഓവുലേറ്റഡ്, സെക്കൻഡറി oocyte. ഓക്കെ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഈ പിക്ചർ നോക്കുക. ഒത്തിരി ഒന്നും മനസ്സിലാവാനില്ല. പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളാവും, സെക്കൻഡറി ഫോളിക്കിൾ മെച്ചോഗ്രാഫിയൻ ഫോളിക്കിളാവും. റപ്ചർ ചെയ്യും, ഓവം റിലീസ് ചെയ്യും. ഓവം റിലീസ് ചെയ്യുമ്പോൾ സ്പേം വന്നാൽ മാത്രം ബാക്കി പ്രോസസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് ഡീജനറേറ്റ് ആയി പോവും. ദെൻ സ്പേം വന്നാൽ രണ്ടും കൂടി യുണൈറ്റ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് oogenesisൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.